ലോകത്തിന്റെ ആയുധകലവറയായ റഷ്യയെ പ്രകോപിപ്പിച്ച് സ്വന്തം നിലനിൽപ്പ് സുരക്ഷിതമാക്കുക എന്ന ട്രെൻഡാണിപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നത്. റഷ്യക്കെതിരായ യുദ്ധത്തിന് യുക്രൈൻ യൂറോപ്യൻ യൂണിയൻ നൽകി വരുന്ന ആയുധ സാമ്പത്തിക സഹായത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും അവർക്കിടയിൽ വലിയ തോതിൽ ശക്തമാണ്. ഇതിനിടെയാണ് റഷ്യയുമായുള്ള യുദ്ധസന്നാഹത്തിനായി സാമ്പത്തിക സഹായം നൽകുന്നതിന് പകരം സമാധാന ഉടമ്പടി ചർച്ച ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന മുന്നറിയിപ്പുമായി ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബാൻ രംഗത്തെത്തിയത്. 2022 റഷ്യ യുക്രൈൻ സംഘർഷം രൂക്ഷമായതിനു ശേഷം അമേരിക്കയും യൂറോപ്യൻ യൂണിയനും യുക്രൈന് $300 ബില്യൺ സാമ്പത്തിക സഹായവും സൈനിക സഹായവും നൽകിയിരുന്നുവെന്ന് ഹംഗേറിയൻ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. പക്ഷേ ഇത്രയും വലിയ തുക യൂറോപ്യൻ യൂണിയനിലെ ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്താനാണ് ചെലവഴിച്ചിരുന്നതെങ്കിൽ അത് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമായിരുന്നുവെന്ന അദ്ദേഹത്തിന്റെ പരാമർശത്തിന് ഉത്തരം പറയാൻ യുദ്ധക്കൊതിയന്മാരായ അമേരിക്കയും സഖ്യകക്ഷികളും യഥാർത്ഥത്തിൽ ബാധ്യസ്ഥരാണ്. യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ തങ്ങളുടെ മുൻഗണനകൾ വീണ്ടും വിലയിരുത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ പ്രസ്താവനയിലൂടെ ഹംഗേറിയൻ പ്രധാനമന്ത്രി പ്രധാനമായും ഉയർത്തുന്നത്. യൂറോപ്യൻ യൂണിയൻ നേതാക്കളോട് കൂടുതൽ പ്രായോഗിക സമീപനം സ്വീകരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. ആഗോള യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ബ്രസ്റ്റൽസ് വ്യതിചലിച്ചതായും അദ്ദേഹം കുറ്റപ്പെടുത്തി. യുക്രൈനിലേക്ക് ധനസഹായം അയക്കുന്നത് തുടരാനുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ തീരുമാനത്തെ വലിയ തെറ്റെന്ന് തന്നെയാണ് അദ്ദേഹം പ്രധാനമായും വിശേഷിപ്പിക്കുന്നത്. എന്നാൽ യുക്രൈൻ, ഹെയ്ത്തി തുടങ്ങിയ സംഘർഷ മേഖലകളിൽ ജെൻഡർ അഡ്വൈസേഴ്സിനെ കനേഡിയൻ സായുധ സേന വിന്യസിപ്പിച്ചിരുന്നു. ജെൻഡർ അഡ്വൈസേഴ്സ് എന്നറിയപ്പെടുന്ന ഈ ഉപദേഷ്ടാക്കൾ സൈനിക ആസൂത്രണത്തിലും പ്രവർത്തനങ്ങളിലും സ്ത്രീ പുരുഷ ഭേദ കാഴ്ചപ്പാടുകൾ സമന്വയിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നവർ കൂടിയാണ്. സൈനിക കമാൻഡർമാർക്ക് അവർ എടുക്കുന്ന തീരുമാനങ്ങളിൽ ലിംഗഭേദം എങ്ങനെ പരിഗണിക്കണമെന്ന് മാർഗനിർദ്ദേശം നൽകുന്ന സ്പെഷ്യലിസ്റ്റ് ഉപദേശകരാണിവർ പ്രധാനമായിട്ടും. സമാധാനത്തിലും സുരക്ഷാ ശ്രമങ്ങളിലും സൈനിക സേവനങ്ങളിലും സ്ത്രീകളുടെ പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം അംഗീകരിക്കുന്ന UN സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയം 1325 നടപ്പിലാക്കുന്നതിനുള്ള കാനഡയുടെ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ഈ ജെൻഡർ അഡ്വൈസേഴ്സുകളുടെ വിന്യാസം പ്രധാനമായും. കാനഡയുടെ ജെൻഡർ അഡ്വൈസേഴ്സ് നോർഡിക് സെന്റർ ഫോർ ജെൻഡർ ഇൻ മിലിറ്ററി ഓപ്പറേഷനിൽ നിന്ന് പരിശീലനം ലഭിച്ചിട്ടുള്ളവെന്നാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. സെപ്റ്റംബറിൽ അമേരിക്കൻ നാവികസേന സ്ത്രീകൾക്കുള്ള നിരോധനം അവസാനിപ്പിച്ച ശേഷം 2 ലിംഗക്കാർക്കും വേണ്ടി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച അന്തർവാഹിനിയായ US ന്യൂജേഴ്സി കമ്മീഷൻ ചെയ്യുകയുണ്ടായി. ഈ വിർജീനിയ ക്ലാസ് അന്തർവാഹിനി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സ്ത്രീ പുരുഷ നാവികരെ ഒരുപോലെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ്. നിർബന്ധിത സൈനികരെ പ്രചോദിപ്പിക്കുന്നതിന് അണിനിരത്തുന്നതിനുള്ള വെല്ലുവിളികൾ നേരിടാൻ ബ്രിട്ടന്റെ പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി യുക്രൈന് കൂടുതൽ പിന്തുണ വാഗ്ദാനം ചെയ്തിരുന്നു. പ്രതിരോധ നിരയിലെ ഉദ്യോഗസ്ഥരുടെ അഭാവം, ഒളിച്ചോടൽ നിരക്ക് മൂലം പുതിയ സൈനികരെ റിക്രൂട്ട് ചെയ്യാൻ യുക്രൈൻ നെട്ടോട്ടമോടുകയാണ് യഥാർത്ഥത്തിൽ. ഹീലിയുടെ ഈ നിർദ്ദേശം ബ്രിട്ടൻ നിലവിൽ യുക്രൈൻ നൽകി വരുന്ന പിന്തുണ കൂടുതൽ ശക്തമാക്കാൻ ലക്ഷ്യമുള്ളതാണെന്നും പറയാം. 2022 ഫെബ്രുവരിയിലെ റഷ്യയുടെ അധിനിവേശത്തിന് ശേഷം പീരങ്കികൾ, വെടിയുണ്ടകൾ, സൈനിക വാഹനങ്ങൾ എന്നിവയുൾപ്പെടെ £7.6 ബില്യൺ സൈനിക സഹായമാണ് ബ്രിട്ടൻ യുക്രൈന് പ്രധാനമായും നൽകിയിട്ടുള്ളത്. ബ്രിട്ടന്റെ വർദ്ധിച്ച പിന്തുണ യുക്രൈന്റെ ഹാസ്യകാല ദീർഘകാല പരിഹാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ഉപകരണങ്ങളും ദീർഘകാല ഉൽപാദനവും ഉടനടി ലഭ്യമാകുക, സൈനികരെ പരിശീലിപ്പിക്കുക, യുക്രൈൻ സേനയെ വികസിപ്പിക്കുക എന്നിങ്ങനെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. നിലവിലെ സൈനികരുടെ അഭാവം മൂലമുള്ള റിക്രൂട്ട്മെന്റ് വെല്ലുവിളികൾ നേരിടാൻ യുക്രൈനിയൻ ഗവൺമെന്റ് നിരവധി നടപടികളും സ്വീകരിക്കുകയുണ്ടായി. എന്നാൽ ഈ പ്രതിസന്ധി തരണം ചെയ്യുന്നതിനായി യുക്രൈൻ ഭരണകൂടം കണ്ടെത്തിയ മാർഗങ്ങൾ പലതും അക്ഷരാർത്ഥത്തിൽ ലോകത്തെ ഞെട്ടിക്കുന്നവയാണ്. നിർബന്ധിത സൈനിക സേവനത്തിന്റെ പ്രായപരിധി 27 നിന്നും 25 കുറയ്ക്കുക, യുദ്ധമുന്നണിയിൽ സാധാരണക്കാരെ അണിനിരത്താനുള്ള ശ്രമങ്ങൾ വേഗത്തിലാക്കുക, തെരുവുകളിൽ നിന്നുള്ളവർ ഉൾപ്പെടെ ബധിരർ അല്ലെങ്കിൽ മാനസിക വൈകല്യമുള്ളവർ എന്നിവരെ അടക്കം സേനയിലേക്ക് നിർബന്ധിത റിക്രൂട്ട്മെന്റ് നടത്തൽ എന്നിവയായിരുന്നു യുക്രൈൻ കൈക്കൊണ്ട പ്രധാന നടപടികൾ. എന്നാൽ വലിയ വിമർശനങ്ങളായിരുന്നു ഈ നടപടികളെല്ലാം തന്നെ പ്രധാനമായും നേരിട്ടതും. യുദ്ധഭൂമിയിൽ സൈനിക വിഭവങ്ങളുടെ അഭാവം മൂലം വലിയ വെല്ലുവിളികളുടെ സമ്മർദ്ദമാണ് യുക്രൈൻ യഥാർത്ഥത്തിൽ നേരിടുന്നത്. 2020 മധ്യം മുതൽ യുക്രൈൻ സേനയ്ക്ക് അടിസ്ഥാന പോരാട്ടവും പ്രത്യേക പരിശീലനം നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻ ഇന്റർഫ്ലെക്സിന്റെ കീഴിൽ ബ്രിട്ടൻ 51,000-ലധികം യുക്രൈനിയൻ സൈനികരെ പരിശീലിപ്പിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ബ്രിട്ടീഷ് പരിശീലകരെ യുക്രൈനിൽ വിന്യസിപ്പിക്കുന്നതിന്റെ അപകട സാധ്യതയെക്കുറിച്ച് പാശ്ചാത്യ ഉദ്യോഗസ്ഥർക്കിടയിൽ വലിയ ആശങ്കകളാണ് നിലനിൽക്കുന്നത്. കാരണം അവർ റഷ്യൻ ആക്രമണങ്ങളുടെ ലക്ഷ്യമായി മാറിയേക്കാമെന്ന ഭീതി അവർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. യുക്രൈന് നൽകുന്ന സഹായം തങ്ങൾക്കെതിരെ നേരിട്ടുള്ള ഏറ്റുമുട്ടലായി പരിഗണിച്ചുകൊണ്ട് അവർ സൈനിക ലക്ഷ്യങ്ങളായി പരിഗണിക്കുമെന്നും റഷ്യ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 2024 മാത്രം യുക്രൈന്റെ സൈന്യത്തിന് 5,60,000-ലധികം സൈനികരെ നഷ്ടപ്പെട്ടതായി റഷ്യൻ പ്രതിരോധ മന്ത്രി കണക്കാക്കുകയുണ്ടായി.
2022 സംഘർഷം രൂക്ഷമായതിനു ശേഷം മൊത്തം നഷ്ടം 10 ലക്ഷത്തിലും അധികമാണ് യഥാർത്ഥത്തിൽ. യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ തങ്ങളുടെ മുൻഗണനകൾ വീണ്ടും വിലയിരുത്തേണ്ടതിന്റെ ആവശ്യകതയും ഓർബന്റെ ആശങ്കകൾ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. ആത്യന്തികമായി ഓർബന്റെ അഭിപ്രായങ്ങൾ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ആഗോള യാഥാർത്ഥ്യത്തെക്കുറിച്ച് കൂടുതൽ സൂക്ഷ്മമായ ധാരണ വികസിപ്പിക്കുന്നതിന്റെ പ്രാധാന്യത്തെ ഊന്നിപ്പറയുന്നവയാണ് ഇവ ശരിക്കും.